നിയമപരമായ പദവിയിലല്ലാത്ത യു.എസിൽ താമസിക്കുന്ന ആളുകളെ നാടുകടത്തുന്നതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടന്നതായി കരുതപ്പെടുന്ന ഏകദേശം 18,000 ഇന്ത്യൻ പൗരന്മാരെ യു.എസ് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ട്. യു.എസിൽ നിന്നുള്ള ഈ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ സഹായിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുമുണ്ട്. യു.എസിലേക്ക് ആളുകളെ കടത്താൻ സഹായിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും മോദി പറഞ്ഞു. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ നിന്നുള്ള അബി ബുഡിമാനും ദേവേഷ് കപൂറും ചേർന്ന് ഇന്ത്യക്കാരുടെ എണ്ണം, അവരുടെ പശ്ചാത്തലങ്ങൾ, പ്രവേശന രീതികൾ, സ്ഥലങ്ങൾ, പാറ്റേണുകൾ എന്നിവ പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. രേഖകളില്ലാത്ത എത്ര ഇന്ത്യക്കാരുണ്ട്, അവർ എങ്ങനെയാണ് യു.എസിൽ പ്രവേശിച്ചത്, അവർ എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഗവേഷണത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. യു.എസിൽ എത്ര അനധികൃത ഇന്ത്യക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? യു.എസ് ജനസംഖ്യയുടെ 3% വരുന്നവരും അതേസമയം രാജ്യത്തെ വിദേശികളുടെ 22% വരുന്നതുമായ അനധികൃത കുടിയേറ്റക്കാർ യു.എസിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യു.എസിൽ രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണത്തെക്കുറിച്ച് വ്യത്യസ്ത കണക്കുകളുണ്ട്. കൂടാതെ വ്യത്യസ്ത സംഘടനകൾ അവരെ കണക്കാക്കാൻ വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നതിനാൽ സംഖ്യകൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. പ്യൂ റിസർച്ച് സെന്ററും സെന്റർ ഫോർ മൈഗ്രേഷൻ സ്റ്റഡീസും 2022 കണക്കനുസരിച്ച് യു.എസിൽ ഏകദേശം 7 ലക്ഷം രേഖകളില്ലാത്ത ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മെക്സിക്കോയ്ക്കും എൽ സാൽവഡോറിനും ശേഷം അനധികൃത കുടിയേറ്റക്കാരുടെ മൂന്നാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് 3,75,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ കണക്കുകളാണ് പുറത്തുവിടുന്നത്. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് 2022 2,20,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാർ യു.എസിൽ ഉണ്ടെന്ന കണക്കായിരുന്നു പുറത്തുവിട്ടിരുന്നത്. എണ്ണത്തിലെ ഈ വലിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ കൃത്യമായ എണ്ണം അറിയാൻ പ്രയാസമാണ് എന്നാണ്. യു.എസിലെ മൊത്തം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ത്യൻ കുടിയേറ്റക്കാർ. യു.എസിൽ ധാരാളം ഇന്ത്യൻ കുടിയേറ്റക്കാർ ഉണ്ടെങ്കിലും മറ്റു ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണം കുറവാണ്. പ്യൂവിൽ നിന്നും CMSൽ നിന്നുമുള്ള കണക്കുകൾ പ്രകാരം അവരുടെ എണ്ണം ശരിയാണെങ്കിൽ യു.എസിലെ 4-ൽ ഒരാൾ ഇന്ത്യൻ കുടിയേറ്റക്കാരായിരിക്കാം. ഇനി ചില കണക്കുകൾ നമുക്ക് നോക്കാം. 2016 ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. 2016 ഏകദേശം 5,60,000 രേഖകളില്ലാത്ത ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ 2022 ആയപ്പോഴേക്കും ആ എണ്ണം 2,20,000 കുറഞ്ഞു. 60% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഈ കുറവെന്നും പഠനത്തിൽ പറയുന്നില്ല. എങ്കിലും ചില അനുമാനങ്ങളുണ്ട്. രേഖകളില്ലാത്ത ചില ഇന്ത്യക്കാർക്ക് നിയമപരമായ പദവി ലഭിച്ചിരിക്കാം. പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ചിലർ ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കാമെന്നും പറയുന്നു. 2023 കൂടുതൽ ഇന്ത്യക്കാർ യു.എസ് അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് യു.എസിലെ മൊത്തം രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് കാരണമായിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2016 മുതൽ വിസ കാലാവധി കഴിഞ്ഞും താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 1.5% തന്നെ തുടരുകയാണെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. DACA പ്രോഗ്രാമിൽ, അതായത് അനധികൃതമായി യു.എസിലെത്തിയ കുട്ടികളെ സംരക്ഷിക്കുന്ന പ്രോഗ്രാമിൽ ഇന്ത്യക്കാരുടെ എണ്ണം 2017 2,600 നിന്ന് 2024 1,600 കുറഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശതമാനക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ യു.എസിലെ അനധികൃത ഇന്ത്യക്കാരുടെ എണ്ണം 1990 0.8% നിന്ന് 2015 3.9%, പിന്നീട് 2022 2% കുറഞ്ഞു. ചുരുക്കത്തിൽ യു.എസിലെ രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണം 2016 ഏറ്റവും ഉയർന്ന നിലയിലെത്തി. തുടർന്ന് 2022 ആയപ്പോഴേക്കും ഗണ്യമായി കുറഞ്ഞു. എന്നിരുന്നാലും ഈ കുറവിനുള്ള കൃത്യമായ കാരണങ്ങൾ വ്യക്തമല്ല. കുടിയേറ്റത്തിന്റെ മറ്റൊരു വഴി എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്ത് പീഡനം നേരിടുമെന്ന് ഭയക്കുന്ന ജനങ്ങൾക്ക് അഭയം നൽകാമെന്ന യു.എസ് എമിഗ്രേഷൻ നിയമത്തിന്റെ ആനുകൂല്യമാണ്. കോടതി മുഖേന ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അഭയാർത്ഥിത്വം എന്ന അവകാശവാദങ്ങളിൽ പഞ്ചാബി സംസാരിക്കുന്നവരാണ് യു.എസിൽ കൂടുതൽ. ഭാഷാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പഞ്ചാബികൾക്ക് പുറമെ 14% ഹിന്ദി സംസാരിക്കുന്നവർ, 8% ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, 7% ഗുജറാത്തി സംസാരിക്കുന്നവരുമാണ്. കണക്കുകൾ പ്രകാരം അഭയാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണം 2021 5,000 ആയിരുന്നുവെങ്കിൽ 2023 ഇത് 51,000. യു.എസിന് പുറമെ കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും അഭയം തേടിയുള്ള അപേക്ഷകരിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണ്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ശേഖരിച്ച യു.എസ് ഡാറ്റ കാണിക്കുന്നത് യു.എസിൽ ഇന്ത്യൻ അപേക്ഷകൾ കുതിച്ചുയർന്നു എന്നതാണ്. വെറും 2 വർഷത്തിനുള്ളിൽ അപേക്ഷകൾ 10 മടങ്ങ് വർദ്ധിച്ചു. 2021 ഏകദേശം 5,000 നിന്ന് 2023 51,000-ലധികമായി. യു.എസിലാണ് ഈ വർധന ഏറ്റവും കൂടുതലെങ്കിലും കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സമാനമായ പ്രവണതകൾ കാണപ്പെടുന്നുണ്ട്. ട്രംപിന്റെ 2ാം പ്രസിഡൻഷ്യൽ ഭരണത്തിന്റെ കീഴിൽ അപേക്ഷകൾ കുറയാനാണ് സാധ്യത. അദ്ദേഹം അധികാരത്തിലെത്തി ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ കുടിയേറ്റക്കാർക്കുള്ള ഒരു പ്രധാന ആപ്പ് അടച്ചുപൂട്ടി ആപ്പ് സ്റ്റോറുകളിൽ നിന്നും നീക്കം ചെയ്തു. ഇതിനകം പുരോഗമിക്കുന്ന അഭയ കേസുകൾ ഉൾപ്പെടെ ഏകദേശം 3 ലക്ഷത്തോളം അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. യു.എസിൽ അഭയം തേടുന്നവർ ഇന്ത്യയെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്?
US ഇന്ത്യൻ അഭയാർത്ഥികൾ ഭൂരിഭാഗവും പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ ശരാശരി വരുമാനത്തിൻ്റെ 30 മുതൽ 100 മടങ്ങ് കൂടുതലുള്ള കുടിയേറ്റ ചെലവ് താങ്ങാൻ കഴിവുള്ള ആളുകളാണ് ഈ പ്രദേശങ്ങളിൽ ഉള്ളവർ. ഇന്ത്യൻ, മുസ്ലിം, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ളവർ, സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ, അതായത് കശ്മീർ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണം ബാധിച്ച പ്രദേശങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ, ഇവിടെ നിന്നുള്ളവർ US അഭയം തേടുന്നത് വളരെ കുറവാണ്. ഇത് സൂചിപ്പിക്കുന്നത് അഭയത്തിനായി അപേക്ഷിക്കുന്ന ആളുകൾ സാധാരണയായി ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായതോ സംഘർഷഭരിതമായതോ ആയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരല്ല എന്നാണ്. ഇന്ത്യയിലെ സമ്പന്ന സംസ്ഥാനങ്ങൾ അഭയ അവകാശവാദങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? US യാത്ര വളരെ ചെലവേറിയതിനാൽ വിൽക്കാനോ കടം വാങ്ങാനോ പറ്റുന്നവർ, അതായത് വിലപ്പെട്ട ആസ്തികൾ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധാരണമായി നടക്കൂ. പഞ്ചാബും ഗുജറാത്തും കൂടുതൽ സമ്പന്ന സംസ്ഥാനങ്ങളാണ്. അവിടെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാമ്പത്തിക മാർഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായി കുടിയേറാൻ ശ്രമിക്കുന്നതിന് പോലും ധാരാളം പണം ആവശ്യമാണെന്ന് പഠനം പറയുന്നു. അതുകൊണ്ട് സമ്പന്നരായ ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും. കാരണം US കുടിയേറുന്നത് വളരെ ചെലവേറിയതും സാമ്പത്തിക വിഭവങ്ങൾ ആവശ്യമുള്ളതുമാണ്. ദരിദ്രമായി അല്ലെങ്കിൽ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അഭയം തേടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ അഭയാപേക്ഷകൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലമോ ഇന്ത്യയിലെ ജനാധിപത്യത്തിലെ തകർച്ച മൂലമോ ആണെന്ന് ചിലർ കരുതിയേക്കാം. എന്നാൽ ഇത് പ്രധാന കാരണമല്ലെന്ന് പഠനം പറയുന്നു. അഭയ അപേക്ഷകളുടെ വർധനവിനെ നേരിട്ട് രാഷ്ട്രീയം കാരണമാകുന്നില്ല. പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ വിദേശത്തേക്ക് താമസം മാറിയതിൻ്റെ ഒരു നീണ്ട ചരിത്രമുണ്ട്. ഇത് US കാര്യം മാത്രമല്ല. ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വർഷങ്ങളായി UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും താമസം മാറിയിട്ടുണ്ട്. 2023 ഇന്ത്യയിലേക്ക് ഏകദേശം $120 ബില്യൺ പണമാണ് അയച്ചിരുന്നത്. ഇതിനർത്ഥം വിദേശത്ത് ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങളുള്ള ധാരാളം ആളുകൾ നാട്ടിലേക്ക് പണം അയക്കുന്നു എന്നാണ്. ഇത് സംഭവിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിലെ ആളുകൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും വിദേശത്തേക്ക് പോയ മറ്റുള്ളവരുടെ നല്ല ജീവിതം അനുകരിക്കാനും കൂടിയാണെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. ഈ ആവശ്യകത കാരണം US ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറാൻ ആളുകളെ സഹായിക്കുന്ന ഏജന്റുമാരുടെയും ബ്രോക്കർമാരുടെയും ഒരു നീണ്ട നിര തന്നെ ഇന്ത്യയിലുടനീളമുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ ഇന്ത്യൻ സർക്കാർ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യയേക്കാൾ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ടാകാം. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ദാരിദ്ര്യമല്ല, മറിച്ച് മെച്ചപ്പെട്ട ജീവിതത്തിനായുള്ള ആഗ്രഹമാണ്. 2009 നും 2024 ഇടയിൽ ഏകദേശം 16,000 ഇന്ത്യക്കാരെ നാടുകടത്തിയതായാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഒബാമയുടെ കീഴിൽ ഈ നാടുകടത്തലുകൾ ശരാശരി 750 ആയിരുന്നു. ട്രംപിന്റെ ആദ്യ ടേമിൽ 1550ഉം ബൈഡന്റെ കീഴിൽ 900ഉമായിരുന്നു നാടുകടത്തൽ നടന്നത്. 2023 സാമ്പത്തിക വർഷത്തിനും 2024 ഇടയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന നീക്കം വർദ്ധിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഉയർന്നത് 2020 ഏകദേശം 2300 പേരെയാണ് ആ വർഷം ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്.